നമസ്കാരം എല്ലാ കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള +2 ഫെയിലായ കുട്ടികൾക്ക് കേൾക്കേണ്ട കാര്യം. പലരുടെയും പ്രശ്നങ്ങളുണ്ട്, പലരുടെയും മനസ്സിലുള്ള ഒരു കൺഫ്യൂഷനുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം. കുട്ടികൾ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, +1 ഇമ്പ്രൂവ്മെൻ്റ് എഴുതണോ അതോ +2 എഴുതണോ? ചിലർക്ക് രണ്ടും എഴുതേണ്ടവരുണ്ട്. രണ്ടിൻ്റെയും മാർക്ക് ഒത്തിരി താഴെയാണെങ്കിൽ ഉറപ്പായിട്ടും രണ്ടും എഴുതണം. ഞാൻ നേരത്തെ തന്നെ നമ്മുടെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില മാർക്കുകൾ നോക്കുമ്പോൾ ചില കുട്ടികൾക്ക് +1 ഇമ്പ്രൂവ്മെൻ്റ് എഴുതാൻ ഇത്തിരി മടിയുണ്ട്. അവർ പറഞ്ഞ് ഞാൻ +2 എഴുതി പാസ്സായിക്കോളാം. ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു മാർക്ക് നോക്കും. ഇപ്പോൾ +1 നമുക്ക് കിട്ടിയ മാർക്ക്, +2 കിട്ടിയ മാർക്ക്. ഇപ്പോൾ +1 കിട്ടിയപ്പോൾ 8 മാർക്കാണെന്ന് വിചാരിക്കുക. +2 കിട്ടിയ +1 കിട്ടിയ 8, +2 കിട്ടിയത് ചിലപ്പോൾ ഒരു 16 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 16 ഇട്ട് എത്രയായി? 24. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ +1 എഴുതാനല്ലേ ആരായാലും പറയത്തുള്ളൂ, ഇത് 8 മാർക്കേ ഉള്ളൂ, അതെങ്ങനെയും ജയിക്കണം. ഇനി ഇതങ്ങ് ജയിച്ചു എന്ന് വിചാരിച്ചേ, ഇതങ്ങ് ജയിച്ചെന്ന് വിചാരിക്കുക. 18 ജയിച്ചു. അപ്പോൾ 8 18 എത്ര? 26 പക്ഷെ ടോട്ടലി തോറ്റു, +2 ജയിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ സാധാരണ എന്താ പറയാറുള്ളത്? +1 നീ എഴുതടാ, +2 നീ ജയിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ പല കുട്ടികൾക്കും ഇത് എഴുതാൻ മടിയാണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ 8 നമ്മൾ കൂട്ടാനാണ് സാധാരണ ഒരാൾ പറയുന്നത്. പക്ഷേ കുട്ടികൾക്ക് മടിയെന്ന് പറയാൻ കാരണം അവരിത് ഒരു വർഷത്തിനൊക്കെ മുമ്പേ പഠിച്ചിട്ടേക്കുക, അവർ മറന്നേ പോയി. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ റീസെൻ്റായിട്ട് +2 പഠിച്ച് കഴിഞ്ഞ് നിൽക്കുന്നേ ഉള്ളൂ, ഒത്തിരി ഒന്നും കഴിഞ്ഞിട്ടില്ല സമയം. അതുകൊണ്ട് ഇതിപ്പോൾ ഓർക്കുന്നുണ്ട്, പഠിക്കാൻ ഇത് ഈസിയാണെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, ഈ 18 ഇപ്പോൾ ഓൾറെഡി ഇത് ജയിച്ചിട്ട് നിൽക്കുക. ഇവനെ തന്നെ ഇനിയും പാസ്സാവാൻ വേണ്ടി ഇതിൻ്റെ കുറവുകൂടെ, ഇതിനിപ്പോൾ ഒരു 10 മാർക്കൂടെ കുറവുണ്ട്. അപ്പോൾ ഇവനെ നിങ്ങളിനി 28 ആക്കണം. എന്നെങ്കിൽ 28 8 36 ആവത്തുള്ളൂ. ജയിക്കാൻ വേണ്ട 36 ആവത്തുള്ളൂ. ഇവനെ അപ്പം നിങ്ങൾ കുട്ടികളെ ചിലരുണ്ട്, +1 ഞാൻ എഴുതുന്നില്ല, +2 തന്നെ ഞാൻ ഇച്ചിരി കൂട്ടി മാർക്ക് വാങ്ങാം. അത് ചിലപ്പോൾ ഒരു മണ്ടത്തരമായിട്ടുള്ള തീരുമാനമായേക്കാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഈ 18 ഇനി നിങ്ങൾ 28 ആക്കുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഓരോ മാർക്കുകളും അത്ര ഈസി അല്ല കിട്ടാൻ. അപ്പോൾ അല്ലാതെ നോക്കിക്കേ, 28 എന്ന് പറഞ്ഞാൽ നമ്മുടെ 60 ഏകദേശം ഒരു പകുതിക്ക് അടുത്തായി. 60 പകുതിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ +2 അത്ര ഈസി അല്ല. ഒരു ഫെയിലായ കുട്ടിക്ക്, അല്ല സാധാരണ നമുക്ക് പറ്റുന്നതാണെങ്കിലും ഫെയിലായ കുട്ടിക്ക് 60 28 എന്ന് പറയുമ്പോൾ പകുതിക്ക് അടുത്ത് വാങ്ങാൻ അത്ര ഈസി അല്ല. അപ്പോൾ നിങ്ങൾ ഈ +1 എഴുതാതിരിക്കുക എന്നുള്ള ആ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മാറ്റിയിട്ട് ഇവനെ വേണമെങ്കിൽ എഴുതണ്ട, ഇനി എഴുതുന്നെങ്കിൽ എഴുതിക്കോ. എന്തുകൊണ്ടാണ് എഴുതുന്നെങ്കിൽ എനിക്ക് ഇച്ചിരിയൊക്കെ അറിയാവുന്നതുകൊണ്ട് വേണ്ട 18 ഇച്ചിരിയുടെ കൂട്ടി ഇവനെ ഒരു 22 ആക്കി എന്നങ്ങ് വിചാരിക്കുക. 22 ആക്കി, ഓക്കെ. 22 ആക്കി കഴിഞ്ഞാൽ 36 വാങ്ങാൻ ഇനി ഒരു 14 മാർക്ക് പോരാ. 22 14, ഈ 8 അപ്പോൾ 14 മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിച്ചു. ഓക്കെ, 36 അപ്പോൾ ഈ 8 ഒന്ന് 14 ആക്കാൻ വലിയ പാടില്ല. +1 ഇത്തിരി ഒന്ന് പഠിച്ചാൽ മതി. +2 നിങ്ങൾക്ക് ഇത്തിരി കൂടുതൽ കിട്ടിയാൽ ഉറപ്പായിട്ടും ജയിക്കും. അല്ലാതെ ഇയാനെ മാത്രം ഈ 28 മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ +1 മാറ്റി നിർത്തിക്കൊണ്ട്, ഇപ്പോൾ +1 നല്ല മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും +1 കൂടെ എഴുതി പഠിക്കുക. കാരണം നിങ്ങൾ +2 കഴിഞ്ഞ ഒരു കുട്ടിയായതുകൊണ്ട് +1 പഠിക്കാൻ ഈസിയാണ്. പക്ഷെ മറന്നു പോയിട്ടുണ്ട്, ഓക്കെ. പക്ഷെ മറന്നുപോനെ റിട്രീവ് എടുക്കാൻ വളരെ ഈസിയാണ്, തിരിച്ചെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഒരിക്കലും ഈ സ്ട്രാറ്റജി വരുന്ന ഒരു കുട്ടി +1 നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്, +2 മാത്രമായിട്ട് ഫോക്കസ് ചെയ്യരുത്. +1 നല്ല മാർക്ക് കുറവാണെങ്കിൽ ഉറപ്പായിട്ടും +1 എഴുതിയിരിക്കണം, ഓക്കെ. അതാണ് ഞാൻ ഇന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ ഒന്ന് എത്തിക്കേണ്ടത്. പല കുട്ടികളുടെയും പല രീതിക്കുള്ള സംശയങ്ങളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും പഠിക്കാനുള്ള ഒരു തോന്നണം കേട്ടോ, തോന്നണേ. അല്ലാതെ ഇത് കേട്ടിട്ട് താഴോട്ട് പോകരുത്. തോന്നണം, പഠിക്കാനുള്ള രീതിയിൽ കൂടെ അങ്ങോട്ട് നല്ല രീതിയിൽ കൂടെ മനസ്സ് വളരണം. അതിനുവേണ്ടി ഞാൻ ഇതെല്ലാം പറയുന്നത്. ഇനി ഒരിക്കലും ആരുടെ മുന്നിലും തോക്കാൻ പാടില്ല, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതൊരു എക്സാമാണ്, തോക്കാം, തോറ്റു, ഒരനുഭവം ഉണ്ടായി. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് ശരിയാണോ മോനെ? അല്ല, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. തോൽവിയൊക്കെ ലോകത്തുള്ള എല്ലായിടത്തും ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ തോൽവിയുണ്ട്, ഓക്കെ. പക്ഷെ ആ തോൽവി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മൾ ചെയ്ത് തെറ്റാണ്. നമ്മളോട് മാത്രമല്ല, നമ്മുടെ വീട്ടുകാരോടും നമ്മളെ സ്നേഹിക്കുന്നവരോടൊക്കെ ചെയ്യുന്ന ഒരു തെറ്റാണ്. നിങ്ങളെ അവർ വിശ്വസിച്ച്, അല്ലെങ്കിൽ ഇനി നിങ്ങളെ പഠിച്ച് ജയിച്ചോളൂ എന്നുള്ളൊരു വിശ്വാസം അവരിലുണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ടും കാത്തു സൂക്ഷിച്ച് അടുത്ത വർഷം പാസ്സായേക്കണം. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് +1 ഇമ്പ്രൂവ്മെൻ്റ് ആണ്, +2 ആണെങ്കിലും അടിപൊളിയായിട്ട് ജയിക്കാം. ഒന്നും പേടിക്കാം, നമ്മൾ അതിനനുസരിക്കുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളും നോട്ട്സുകളും എല്ലാം നമ്മൾ നിങ്ങൾ ജയിപ്പിച്ചിരിക്കും, ഓക്കെ. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 2 നമ്പറുണ്ട്. ഏത് നമ്പറിലും നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ കോൾ ചെയ്തോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിച്ചറിഞ്ഞ് ചെയ്യാം. ഒട്ടും സംശയിക്കേണ്ട, എളുപ്പം ജയിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും തരും, ഓക്കെ. അപ്പോൾ എല്ലാവർക്കും പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.